തിയേറ്ററിനകത്തൊക്കെ ഫുള്ള് മണ്ണ് ചിരിച്ച് ചേട്ടായി എന്തൊക്കെ ഈ പറയുന്നേ? സത്യം, നഗ്നമായ സത്യം. കുറെ പേരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളാണ് സാറേ ആൺകുട്ടി. ഇന്നത്തെ ചെലവ് എന്റെ വക. ഫസ്റ്റും സെക്കൻഡിന്റെ പോലെ ഒന്നും വരത്തില്ല പടം. ഭയങ്കര ലാഗാ. ഏതോ ഫ്ലോറാണ് ഇത്, തറയാണെന്ന് മാത്രമല്ല സാധനമാണ്. സയൻസ് ഫിക്ഷൻ ആഡ് ചെയ്തത് കൊള്ളായിരുന്നു. കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്, പല കോലത്തിലും പല പേരിട്ട്. ഈ പറഞ്ഞ ഒരു രാജാപാട്ട് ബാലെ ആ ഒരു സെറ്റപ്പ് മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തോളൂ. മുഖംമൂടിയിട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുവാനിയാണ്. പക്ഷെ ഇതിന് പ്രതീക്ഷ വടംവലി അതൊന്നും ഇല്ല. പക്ഷെ ഇത് മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. സെക്കൻഡിന് മുകളിൽ വെക്കാനുണ്ടോ? സെക്കൻഡിന് മോള് ഇത് മനസ്സിനുള്ളിൽ വെക്കാനുള്ളതല്ല, അത് തുറന്നു പറയാം. നമുക്ക് വലുതായിട്ട് ഫാന്റസി എലമെന്റ് വർക്ക് ആവാനാണോ? ഒന്നുമില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ഇതിപ്പോ മേക്കിംഗ് ഒക്കെ ഒരു ബ്രഹ്മാണ്ഡ സംഭവം ഒന്നുമില്ല, ചുമ്മാ ചുമ്മാ അല്ല. തറ സെറ്റും ഒക്കെ ഇട്ട് വെച്ച് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണ്ടേ? പിടിക്കണം. മറ്റേ ആ സണ്ണി മേനൊക്കെ വളരെ മോശമായിട്ടുണ്ട് കേട്ടോ. പുള്ളിയൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കാതെ നടന്ന് അഭിനയമൊക്കെ വിട്ടെന്ന് തോന്നുന്നു. പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? അരി കിട്ടുമോ സുഹൃത്തെ? യൂത്തിന് വർക്കാവോ? ഇത് തന്നെ ഞാനും പറഞ്ഞത്. എന്ത് എല്ലാരും ചോദിക്കുന്ന യൂത്തിനും ഇത് നല്ല സിനിമ ആണെങ്കിൽ എല്ലാവർക്കും വർക്കാവും. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ. ക്യാരക്ടറിന്റെ ഹൈപ്പ് ജയസൂര്യൊക്കെ പോയടേ. അത് സംഭവിക്കാതെ നോക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം മതി കേട്ടാ. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ, അടി തെറ്റ ആശാനും. Thank you, thank you. Come, baby, tell me what you wanna do.